ഞാൻ പറയുന്നത് ഈ പിണറായിയുടെ നേരെ അന്വേഷണം വരിക എന്നൊക്കെയുള്ള ഭംഗിവാക്കൊന്നും വേണ്ടെന്ന്. പിണറായിയോട് ചോദ്യം ചോദിക്കുക സിമ്പിളായിട്ട്. സ്വർണ്ണക്കൊള്ള കേസിലും ഈ കേസിൽ വാട്ട് ഈസ് റോങ് ഇൻ ആസ്കിങ് സമ്മൺ? സാറേ ഈ മോഹൻദാസ് ഇതിലെ പോകുന്നത് കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത് അപരാധമാണ്. അതെന്താ എന്നോട് ചോദിക്കുന്നത്? സാറിൻ്റെ ആഫീസിലായിരുന്നു ശിവശങ്കർ, അവിടെ ഇരുന്നാണ് ഗതി, ഇപ്പം കക്ഷി അകത്താ. അപ്പോൾ സാർ എന്തെങ്കിലും കേട്ടോ എന്ന് ചോദിക്കാമല്ലോ. ഏത് മണിച്ചിത്രത്താഴില്ല ചോദിക്കുന്നത്, ചേട്ടൻ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒന്നും ചോദിക്കാമല്ലോ. അതെന്താ ചോദിക്കുക എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതിലാണെങ്കിലും ഇതിലാണെങ്കിലും ഇപ്പോൾ എല്ലാവരും പബ്ലിക് ഡൊമൈനിൽ വന്നതല്ലേ. PV, RC, KK, IK എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാശ് കൊടുത്ത വിവരം എന്ത് ചെയ്തു? ഇത് ഡിഫെൻഡ് ചെയ്യാനൊക്കെ എനിക്കറിയാം. പണ്ട് ജെയിൻ ഹവാല കേസിൽ അദ്വാനിയുടെ LKA 35 എന്ന് എഴുതിയിരുന്നു. അതിന് വലിയ കോലാഹലമായി. അദ്വാനി പാർലമെൻ്ററി ഇതിൽ നിന്ന് രാജിവെച്ചു. കേസ് CBI അന്വേഷിച്ചു. ഫൈനലി അതിൽ ഒന്നുമില്ല എന്ന് കണ്ടെത്തി. വെറുതെ ഒരാൾ LK എന്ന് എഴുതി കഴിഞ്ഞാൽ LK അദ്വാനിയാണ്, LK അറോറ ആകരുത്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ശരി, ഇവിടെയും അതുപോലെ അന്വേഷണം നടത്തിയിട്ട് PV എന്നാൽ പിണറായി വിജയൻ അല്ല എന്ന് ഏജൻസി പറയണം. അല്ലാതെ പിണറായി വിജയൻ കയറിയിട്ട് ആ PV ഞാനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? അപ്പോൾ അത് ടു ഓബിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ കിടക്കുന്നുണ്ട് ഈ കേസുകളിൽ. മാധ്യമങ്ങൾക്ക് ഇപ്പം 19 കോടി രൂപയോ മറ്റുമാണ് മാധ്യമങ്ങൾ CMRൽ കടത്താൻ. അത് ആരും ചർച്ച ചെയ്യുന്നില്ല ഒരിടത്തും. ഈ PV RC എന്നൊക്കെ ഇനിഷ്യൽ തന്നെ തുടക്കത്തിൽ ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ എല്ലാവരും പേടിച്ച് പുറകോട്ട് മാറി. കാരണം ഈ പറയുന്നവരുടെ പേരുകളും കൂടെ അതിൽ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. മാധ്യമങ്ങൾക്ക് മരമുറിയാകാം എന്നുള്ളതാണോ?